അതായത് 2 കളിയിൽ തിരിച്ചു വന്നല്ലോ, ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും. അപ്പോൾ 2 കളിയിൽ വന്നപ്പോൾ ഇവരുടെ മുമ്പിലാണ് അവൻ ആദ്യമായിട്ട് തോൽക്കുന്നത്. ന്യൂസിലൻഡ് ഇന്ത്യയിൽ കളിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് 5 ഇന്നിങ്സും തോൽക്കുന്നത് അവൻ. അങ്ങനെ ഒരു ദിവസം അവൻ വന്നിട്ടില്ല. എനിക്കറിയാം ഇന്ന് അവൻ തിരിച്ചടിക്കും. അത് ഇപ്പോൾ വെളിയിൽ പറയാനുള്ള പലരും സംസാരിക്കുമായിരുന്നു. ഞാൻ ആരോടും ഒന്നും മുണ്ടില്ല. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഈ അട്ടഹാസങ്ങളൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഉള്ളിൽ എൻ്റെ മകൻ തിരിച്ചടിക്കും, എനിക്ക് പക്ക വിശ്വാസമാണ്. അടി ഏറ്റു, അവരടിച്ച് അവനെ ഇല്ലാതാക്കിയിട്ട് പോയി. ഈ വേൾഡ് കപ്പിൻ്റെ പ്രോഗ്രാമിൽ പോലും അവനുണ്ടാകാൻ അവസരമില്ലായിരുന്നു. അത്തരത്തിലാണ് അവരുടെ കയ്യിൽ നിന്ന് അവൻ അടി കിട്ടിയത്. ഒരു പ്രതികാരം തന്നെയാണ്. പ്രതികാരം അവൻ തീർക്കണം. അതാണ് സാംസന്റെ മകൻ. അവൻ തീർക്കുമെന്ന് എനിക്ക് ഉള്ളിൽ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ പറയും സംഭവിച്ചതുകൊണ്ട് പറയുന്നു എന്ന് പറയും. ഈ പക്കാ വിശ്വാസമാണ്. അവൻ ഇന്ന് അത്രയും സൂക്ഷിച്ച് കളിക്കും. ആ ഫസ്റ്റ് ഓവർ അവൻ കളിച്ചാണ്ടല്ലോ, 3-4 ബോൾ ഡിഫെൻഡ് ചെയ്തു അല്ലേ. അവൻ ഇവരെ അടി കൊടുക്കണം. അടി കൊടുത്തില്ലെങ്കിൽ അവൻ ക്രിക്കറ്ററല്ല, അവനൊരു ബാറ്ററല്ല. കാരണം 5 ഇന്നിങ്സ് അവൻ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇന്ന് വരെ അവൻ 13 വയസ്സിൽ തുടങ്ങിയതാണ് ക്രിക്കറ്റ്. കേരളത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് 13 വയസ്സിൽ തുടങ്ങിയാണ്. ഇന്ന് വരെ അവൻ ഇങ്ങനെ ഒരു ദിവസം കണ്ടിട്ടില്ല ന്യൂസിലൻഡുമായിട്ടുള്ള. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ അവൻ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ വേൾഡ് കപ്പിൽ അവൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതാണ് എൻ്റെ അവനെ വെളിയിലാക്കുമെന്നുള്ള. പിന്നെ പെട്ടെന്ന് ഞാനും ഞെട്ടിപ്പോയി. ഈ വേൾഡ് കപ്പ് സ്കോറിൽ അവൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 5 കളി ഫെയിലായ പിന്നെ അവനെങ്ങനെ ഒരു ടീം മാനേജ്മെൻറ്റോ കോച്ചോ ക്യാപ്റ്റനോ ടീമിൻ്റെ കൂടെ കൂട്ടും. അപ്പം ഞാൻ ഒരു കാരണവശാലും അവൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പിന്നെ ടീമിൻ്റെ കൂടെ പോയി എന്ന് എൻ്റെ വീട്ടുകാരി ഇടയ്ക്ക് ചോദിച്ചപ്പോൾ വീട്ടിൽ വന്നോ ഞാൻ ചോദിച്ചു ഈ കളി കഴിഞ്ഞപ്പോഴേ. അല്ല, അപ്പോൾ എൻ്റെ ശ്രീമതി പറഞ്ഞു ഇല്ല ചേട്ടാ, അവൻ ടീമിൻ്റെ കൂടെ പോയിട്ടുണ്ടെന്നോ. ഒരവസരം കിട്ടി, അവൻ അവസരം മുതലാക്കി അവൻ തിരിച്ചു വന്നു. നമുക്ക് നമ്മുടെ സഞ്ജു തിരിച്ചു വന്നു. ആസ് എ ക്രിക്കറ്റർ നമുക്ക് അവനെ തിരിച്ചു കിട്ടി. ഞാൻ ഒരുപാട് ഡിസ്റ്റർബായിരുന്നു. ന്യൂസിലൻഡിലുള്ള ഇങ്ങനെ ഒരു ഇന്നിങ്സ് വന്നപ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു എനിക്ക്. അവൻ തിരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം IPL ഒരുപാട് 500-ൽ പരം റണ്ണടിച്ചിട്ടാണ് അവൻ ടീമിൻ്റെ കൂടെ പോയത്. ഒരു മാച്ച് പോലും അവനെ കളിപ്പിച്ചില്ല. പുറത്തിരുന്നു, എല്ലാ മാച്ചും അവൻ പുറത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ മനസ്സിൽ കരുതി ഇനിയൊരു വേൾഡ് കപ്പ് വരുമെങ്കിൽ എൻ്റെ മകൻ. സഞ്ജു സാംസന്റെ പിതാവ് സാംസൺ വിശ്വനാഥ് സംസാരിക്കുകയായിരുന്നു. വലിയ വൈകാരികമായ ഒരു നിമിഷമാണ് അദ്ദേഹത്തിനിത്. തന്റെ മകനൊപ്പം സഞ്ജുവിന്റെ തുടക്കം മുതലുള്ള ആ കരിയറിൽ കൂടെ നിന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്ര മികച്ച പ്രകടനത്തോടെ ടീമിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ തന്റെ മകൻ നേടിയ ഈ നേട്ടം അത് അദ്ദേഹത്തെ തീർച്ചയായും വൈകാരികമായ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിക്കും. വൈകാരികമായ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ത്യക്ക് ഇത് ആവേശത്തിന്റെ ദിവസമാണ്. 5 വിക്കറ്റിന് 255 റൺസ് എടുത്തു ഇന്ത്യ. ഒരു വലിയ ടീം ടോട്ടൽ കൊടുത്തു. 159 റൺസിന് ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ ഇന്ത്യ T20-യിലെ 3ാം ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസ്തേവ് തുടരുന്നുണ്ട്. അനിൽ, ചരിത്രത്തിലെ കുറിക്കപ്പെടുന്ന ഒരു ചരിത്ര മുഹൂർത്തം അത് നേരിൽ കണ്ട ഒരാളാണ്. എങ്ങനെയായിരുന്നു ഓരോ പന്തിനും അഹമ്മദാബാദിലെ ക്രിക്കറ്റ് ആരാധകരുടെ പ്രതികരണം? എത്രത്തോളം ആവേശമായിരുന്നു ആ കളി? അവിടെ നിന്ന് കാണുമ്പോഴാണല്ലോ അതിന്റെ ആവേശം അങ്ങേയറ്റത്ത്. ആ നീലക്കടലായ ഒരു സ്റ്റേഡിയം, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, അതിൽ ഒരു കിരീടം ചൂടാൻ പോവുകയാണ് ഇന്ത്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.